Happy New Year. നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഐക്യം, അതാണ് ഒരു മനുഷ്യന്. യോഗ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. അപ്പൊ മനുഷ്യന് ഇന്റേണൽ ഹാർമണി എന്ന് പറയുക, ആന്തരികമായ സമാധാനം, സ്വസ്ഥത നൽകുന്ന ഈ കാര്യമാണ്. അത് ഒരു മനുഷ്യന് ഉണ്ടായി കഴിയുമ്പോഴാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. അച്ഛനും അമ്മയും മക്കളൊക്കെ നമ്മൾ പറയുന്ന സ്വരച്ചേർച്ചയാണ് സംഗീതാത്മകമായിട്ട് പറയും. സ്വരങ്ങൾ ചേർന്ന്, അച്ഛനൊരു സ്വരമാണ്, അമ്മ ഒരു സ്വരമാണ്, കുട്ടികളൊക്കെ ഓരോ സ്വരങ്ങളാണ്, ചേരണം. അപ്പോഴാണ് ആ കുടുംബത്തില് ഐക്യം ഉണ്ടാകുകയുള്ളത്. ഐക്യമുള്ളവർക്ക് ഒരു ഡിവിനിറ്റി, ഒരു ആത്മീയ ഭാവം, അല്ലെങ്കിൽ എന്താ പറയാ, വളരെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ നമ്മൾ സാധാരണ പറയും ഐക്യമുള്ളവർക്ക്. ആ ഒരുമ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വലിയ ഒരു കാര്യമാണ് ശരിക്കും. അങ്ങനെ കുടുംബങ്ങളിൽ ഐക്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സമൂഹത്തില് അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ ഐക്യമില്ലായ്മയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളിന്ന് പത്രത്തിലും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്, ഐക്യം നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്നതാണ്, ശത്രുത വർദ്ധിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഉണ്ണിയേശു ജനിച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു സമയം അതൊരു ഐക്യത്തിന്റെ സമയമാണ്. ഒരു കോസ്മിക് ഹാർമണി എന്ന് പറയും. മനുഷ്യരും അതുപോലെ തന്നെ ദൈവവും അതുപോലെ തന്നെ പക്ഷി, മൃഗാദികൾ, ആട്, കാലി ഒക്കെ അവിടെ. പിന്നെ സ്വർഗലോകത്തെ പ്രതികരിക്കുന്ന മാലാഖമാരുണ്ടായിരുന്നു, ഇവിടുന്ന് പാടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നു. അപ്പോ ഈ വിശ്വത്തിന് തന്നെ ഒരു ഐക്യം അവിടെ ഉണ്ടാവുകയാണ്. അതാണ് സന്തോഷത്തിന്റെ. അപ്പൊ ഐക്യം ഇവിടുത്തെ എപ്പോഴും സന്തോഷമുണ്ടാവും. നമ്മുടെ മനസ്സിൽ ഐക്യമുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം ആർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തില് നമ്മുടെ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഒരു ഐക്യത്തോടുകൂടി നിൽക്കുമ്പോൾ, ഒരേ മനസ്സോട് നിൽക്കുമ്പോൾ അതാർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. പലപ്പോഴും ഞാൻ പാടുന്ന ഒരു വരിയുണ്ട്. അച്ഛനും മക്കളുമെല്ലാം ഒന്നിച്ചു വാഴുന്ന ദേഹം, സ്നേഹവും ത്യാഗവും എല്ലാവരും ഒന്നിച്ച് പങ്കുവച്ചിടുന്ന ദേഹം, ഈ ദേഹമല്ലോ നമ്മിലെ സ്വർഗം, ഈശ്വരൻ വാഴുന്ന ദേഹം, ഈശ്വരൻ വാഴുന്ന ദേഹം, ഈശ്വരൻ വാഴുന്ന ദേഹം. അപ്പോ ഈ ഒരുമ, കൂട്ടായ്മ, ഒരു ഇവിടെ പ്രസ് ക്ലബ്ബ് ഇത്രയും മനോഹരമായിട്ട് പോകുന്നതിന്റെ കാരണം ഈ പ്രസ് ക്ലബിലത്തെ എല്ലാ അംഗങ്ങളും, നേതൃത്വം കൊടുക്കുന്ന ഭാരവാഹികൾ, മറ്റെല്ലാ അംഗങ്ങളും ഒരുമയോടുകൂടി ഇതിന്റെ വിജയത്തിന് വേണ്ടി ബാബു കുറച്ച് നേരത്തെ ഇവിടെ നടക്കുന്ന കുറെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങുന്നതുകൊണ്ടാണ് ഈ പ്രസ് ക്ലബ് അത്രയും ഒരു ശക്തിയുള്ള ഒരു മാതൃകാ സ്ഥാപനമായിട്ട് തൃശ്ശൂരിൽ നിലകൊള്ളുന്നത്. ഇവിടെ പലപ്പോഴും കയറി വരാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ വരുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. വളരെ ആതിഥ്യ മര്യാദയോടുകൂടി ഇവിടെ വരുന്ന ഓരോരുത്തരെയും സ്വീകരിക്കുകയും അവർക്ക് സ്വന്തം കുടുംബത്തിൽ ഒരു അനുഭൂതി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമ്മുടെ തൃശ്ശൂർ പ്രസ് ക്ലബിനുണ്ട്. അത് ഇവിടുത്തെ ഭാരവാഹികളും ഇവിടെയുള്ള എല്ലാ മെമ്പേഴ്സും കൂടി ഉണ്ടാകുന്ന ഒരു ഐക്യത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അതായത് ഈ ക്രിസ്മസ് കാലയളവില് നമുക്ക് ധാരാളമായിട്ടുള്ള ഐക്യം, നമ്മള് സ്നേഹത്തിന്റെ പാലം സൃഷ്ടിക്കുമ്പോൾ ഐക്യമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ കുടുംബത്തിലുള്ളവര്, നമ്മളുമായി കണ്ടുമുട്ടുന്നവര് ഒക്കെ അവരായിട്ട്. അപ്പൊ നമുക്കറിയാം ഒരു കുടുംബത്തിലെ ഐക്യം ഉണ്ടാവണം, കുറച്ച് വിട്ടുവീഴ്ച നമ്മൾ ചെയ്യേണ്ടി വരും. ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് തോന്നാതെ ഐക്യം ഉണ്ടാവില്ല. എപ്പോഴും പ്രായമുള്ളവർ പറയുന്നത് that which unites is divine.
എല്ലാം കൂട്ടി ഒരുമിപ്പിക്കുന്നതിന് ഒരു ഒരു ഈശ്വരഭാവം, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ വിളിക്കണമെന്നില്ല, ഒരു സൂപ്പർ നാച്ചുറൽ, ഒരു സ്പിരിച്വൽ മുഖം അവിടെയുണ്ട്. ഇനി ദാറ്റ് വിച്ച് ഡിവൈഡ്സ് ഇസ് ഡെവിലിഷൻ ആണ്. പരസ്പരം വിഘടിപ്പിക്കുക, വ്യക്തികളെ അകറ്റ്, പരസ്പരം കലഹിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾക്കുള്ള അവിടെ ഒരു പൈശാചികമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഐക്യം കൂടുതൽ ഉണ്ടാകണം. നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഐക്യത്തിന്റെ വ്യക്താക്കളായി മാറാനായിട്ട്, സിമ്പിൾ ഓഫ് യൂണിറ്റി ആയി മാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഏറ്റവും മനോഹരമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ സന്തോഷവും സമാധാനം, പ്രത്യേകിച്ച് അതിനോട് ഒരുമിച്ച് പോകുന്നൊരു കാര്യമാണ് പുതുവർഷം എന്ന് പറയുന്നത്. 2025 അനുഗ്രഹപൂർണമായ ഒരു വർഷമായി മാറട്ടെ. ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഞങ്ങളുടെ പദ്ധതികളെല്ലാം ഏറ്റവും മനോഹരമായിട്ട് നടക്കുവാൻ ഇടയാകട്ടെ. കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും നല്ല ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പരിപാടിയിലേക്ക് വിളിച്ച ബാബുവിനും രഞ്ജിത്തിനും എന്റെ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മക്കൾ നിർത്തുന്നു. ഹാപ്പി ക്രിസ്മസ്. രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി യഹൂദയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരുണ്ടാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ കുളുകുണ്ടാവിൽ താരക രാജകുമാരിയോടൊത്തുന്ന തിങ്കൾ പാടി ഗ്ലോറിയ അന്നു തിങ്കൾ പാടി ഗ്ലോറിയ. താങ്ക് യു. സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമാവുന്നത്. കാരണം ആ പ്രായം, അതിനേക്കാൾ കുറച്ചും കൂടെ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ആ സമയത്തൊക്കെ എന്റെ അച്ഛന്റെ കൂടെ തൃശ്ശൂരിൽ ഞാൻ ഒരുപാട് പരിപാടികൾ കാണാൻ പോകാറുണ്ട്. അപ്പൊ ഞാൻ അത്രയും ചെറുപ്പത്തില് ഫാദറിനെ അപ്പൊ തൊട്ട് കുറെ പ്രോഗ്രാംസിൽ റീജിയണൽ തിയേറ്ററിലായാലും അതുപോലെ പല പല സ്ഥലങ്ങളിൽ വലിയ സ്റ്റേജസിലും ഫാദറിനെ കണ്ട് ഫാദർ എങ്ങനെയാണ് എനിക്ക് കുറച്ച് പാട്ടിനോട് കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ സിനിമ നമ്മൾ കാണുമ്പോ പാട്ട് വരണത് എങ്ങനെയാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായപ്പോ ഫാദറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, എങ്ങനെയാണ് ശ്രുതി വരുന്നത്, ശ്രുതിയിൽ നിന്നും എങ്ങനെയാണ് നമ്മള് ശബ്ദം വരുന്നത് എന്നൊക്കെ പറ്റി ഫാദർ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ടോക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു എന്റെ വളരെ ചെറുപ്പത്തില്. അന്നൊക്കെ അത് കേട്ടിട്ടാണോ ഇൻസ്പയർഡ് ആയെന്ന് എനിക്കറിയില്ല. പിൽക്കാലത്ത് എനിക്ക് പാട്ടിനോട് വളരെ ഇൻട്രസ്റ്റ് വരികയും അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഫാദർ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ പാട്ട് പാടുമ്പോൾ ശ്രുതിയൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് പാടുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇന്നത് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റി. സാധാരണ അവിടെ ഇരുന്നിട്ടാണ് കാണാൻ പറ്റാറുണ്ടെങ്കിൽ ഇന്നൊരു ദൈവാനുഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ ഒരു ആഗ്രഹം കൊണ്ടോ എന്ന് ഞാൻ പറയട്ടെ, എനിക്കിവിടെ ഫാദറിനെ തൊട്ടടുത്തിരിക്കാൻ പറ്റി. അതുപോലെ തന്നെ തൃശ്ശൂർ പ്രസ് ക്ലബിനെ പറ്റി അതും ഞാൻ അച്ഛന്റെ അടുത്ത് തന്നെയാണ് കേട്ടിട്ടുള്ളത്. രഞ്ജിത്തേട്ടൻ കാരണം ഒരുപാട് പേര് കുറെ നല്ല മനസ്സിൽ കാരണം സിനിമയിൽ എത്താൻ സാധിച്ചു. അതുകൊണ്ട് ഇവിടം വരെ എത്താൻ സാധിച്ചു. അപ്പൊ ഞാൻ ഇവിടെ കയറി വന്നപ്പോ തന്നെ രഞ്ജിത്തേട്ടൻ എല്ലാരോടും പറഞ്ഞ നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം അഭിനേത്രി എന്നാണ്. അത് കേട്ടപ്പോ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോ ഞാനൊരു സ്റ്റാർട്ടറാണ്. നിങ്ങളെല്ലാം തൃശ്ശൂർ പ്ലസ് ക്ലബ് എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ അച്ഛനെ എന്ന് എനിക്ക് പറഞ്ഞ ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഒരു എളിയ ഒരു റിക്വസ്റ്റ് ആണ്, എന്നെയും എല്ലാരും സ്വന്തം വീട്ടിലൊരു കുട്ടീനെ പോലെ ഇനി എവിടെ വെച്ച് കണ്ടാലും കാണണം, വന്ന് സംസാരിക്കണം. ഈ ഒരു കുടുംബത്തിന്റെ ഒരു ക്രിസ്മസ് ആഘോഷമാണെന്നാണ് രഞ്ജിത്തേട്ടനെ ഫോൺ ചെയ്തപ്പോ പറഞ്ഞത്. ആ പ്രസ് ക്ലബ് തൃശ്ശൂർ പ്രസ് ക്ലബ് കുടുംബത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ആദ്യമായി തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇതിന്റെ എല്ലാ ഭാരവാഹികളോടും. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി എല്ലാ പ്രോഗ്രാംസിലും മധുരം ആദ്യം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. മധുരം കഴിച്ചു തുടങ്ങുമ്പോൾ ആ ഒരു വേള കുറച്ചും കൂടെ മനോഹരമാകാണ്, കുറച്ചും കൂടെ സ്വീറ്റ് ആവാറുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്.
അപ്പൊ അതിനും സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പോരാത്തതിന് ആദ്യത്തെ ഇത്രയും വലിയ കേക്ക് കട്ട് ചെയ്ത് ആദ്യ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ വർഷത്തെ ഫസ്റ്റ് ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാനും സാധിച്ചു. അതിൽ നിങ്ങളോടൊപ്പം എനിക്കും നിൽക്കാൻ പറ്റി, കട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഫാദറിന്റെ അതിമനോഹരമായ ക്രിസ്മസ് സന്ദേശത്തിന് ശേഷം എന്താണ് പറയേണ്ടതെന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്നാലും എന്റെ ഒരു ചെറിയൊരു മെമ്മറി എന്നുള്ള രീതിയിൽ ഞാൻ ഷെയർ ചെയ്യാണ്. ഇൻ ദ സെൻസ് എനിക്ക് എപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കുറെ മെമ്മറീസും അദ്ദേഹത്തോടൊപ്പമുള്ള കുറെ ഓർമ്മകളുമാണ് എന്റെ പിൽക്കാലത്ത് ഇപ്പൊ എന്റെ ലൈഫിലുള്ള ഒരുപാട് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഊർജം എന്ന് പറയാനുള്ളത്. അപ്പൊ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു വർഷം ഫുൾ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, എങ്കിലും ദിസ് ടു ഷാൽ പാസ്, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം, നമ്മൾ ന്യൂ ഇയറിന് മുൻപ് ഒന്ന് പുതിയൊരു തുടക്കത്തിന് വേണ്ടി വീണ്ടും ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സെലിബ്രേഷൻ, ലോകമെമ്പാടുമുള്ള ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് എനിക്ക് ക്രിസ്മസ് തോന്നിയിട്ടുള്ളത്. അതിനെപ്പറ്റി ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോഴും ഫാദർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ചെറിയ പോയിന്റ് എന്ന് അദ്ദേഹം പറഞ്ഞത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളൊരു പോയിന്റും അതോടൊപ്പം തന്നെ നമ്മൾ അൺകണ്ടീഷണൽ ലവ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സെലിബ്രേഷൻ ആണ് ക്രിസ്മസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ അതൊക്കെ ആലോചിച്ചുകൊണ്ടും ഈ ഒരു ചെറിയൊരു മെമ്മറി നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരന്തവിൽ രാപ്പാത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരന്തവിൽ രാപ്പാത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ പൂങ്കാവിൽ താരക രാജകുമാരിയോടൊത്തുന്ന തിങ്കൾ കലപാടി ഗ്ലോറിയ, അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. താങ്ക് യു. നമ്മളെല്ലാരും ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വർഷമാണ് 25 എന്നുള്ള നമ്പർ തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ്. അപ്പോ ഗംഭീര ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് once again thank you. സന്ദേശം അച്ഛൻ സൂചിപ്പിച്ചു, ഒരു പങ്കുവെക്കലിന്റെ ഒരു സന്ദേശമായിട്ട് അച്ഛൻ പറഞ്ഞു. അതിന്റെ ചുവട് പിടിച്ച് നമ്മൾ ഈ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഓക്സിജന്റെ അഭാവം നമുക്ക് ഇഷ്ടം പോലെ അനുഭവിച്ചു വന്നപ്പോൾ ഓക്സിജന്റെ കുറവ് അല്ലെങ്കിൽ വായുവിന്റെ കുറവ്, പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനെ കുറിച്ച് നമ്മൾ കാണാനും അതിനെക്കുറിച്ച് കേൾക്കാനും ഒക്കെ മനസ്സിലായപ്പോൾ വായുവിന്റെ അഭാവം എന്താണെന്ന് നമുക്ക് അന്ന് ബോധ്യപ്പെട്ടു. അതിന്റെ ഒരു പ്രകൃതി എന്താ പറയാ, അതിനെ ഒന്ന് സംരക്ഷിക്കുക, ഓക്സിജൻ മാക്സിമം ഉണ്ടാക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഒരുപക്ഷെ കേരളത്തിൽ ഒരു പ്രസ് ക്ലബ്ബുകാരും ചെയ്യാത്ത ഒരു സന്ദേശമാണ്, ഒരു പങ്കുവെക്കലാണ് നിങ്ങൾ ഇന്ന് നടത്താൻ പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന പ്ലാവിന്റെ ഇവിടെ വന്ന മുഴുവൻ പ്രസ് ക്ലബിലെ അംഗങ്ങൾക്കും ഇന്ന് നൽകുന്നതാണ്. അതിൽ ഒരു പ്ലാവ് ഒരു വർഷം പുറത്തേക്ക് വിടുന്ന ഓക്സിജന്റെ അളവ് പറയുന്നത് 13.16 ടണ്ണാണ്. പൂർണ്ണ വളർച്ചത്തിൽ പ്ലാവിൽ നിന്ന് പുറത്തേക്ക് ഒരു മനുഷ്യനെ ഒരു ദിവസം ശ്വസിക്കാൻ വേണ്ട ഓക്സിജന്റെ അളവ് 550 ലിറ്ററാണ്.